സാറേ, ബംഗളൂരുവിലെ ഫക്കീർ കോളനി അതിപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ആ സ്ഥലം. അത് ഒഴിപ്പിച്ചതിനെതിരെ കേരളത്തിൽ നിന്നാണ് പ്രതിഷേധം വന്നത്. ന്യൂനപക്ഷ സ്നേഹമൊക്കെ കൂടി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോസ്റ്റ് ഇടുന്നു, അതും ഇംഗ്ലീഷിൽ തന്നെയാണ് പോസ്റ്റ്. പക്ഷേ അവിടുത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു, CPMൻ്റെ പണിയെടുത്താൽ മതി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന്. അപ്പോൾ ഇന്നലെ വരെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ DK ശിവകുമാറും സംഘവും ഇന്ന് CPMനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇത് ശക്തമായിട്ടുള്ള ഒരു താക്കീത് പോലെയല്ലേ തോന്നുക? അതായത് AR റഹീം അവിടെ പോയി ഫക്കീർ കോളനിയുടെ ആളുകളുടെ ഒഴിപ്പിക്കപ്പെട്ട ആളുകളുടെ തോളിൽ കൈയിട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. MP ആണല്ലോ. അതെ, പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 400 മുസ്ലിം കുടുംബങ്ങൾ ഒഴിപ്പിച്ചിരിക്കുന്നത് അവരനധികൃതമായിട്ട് കയ്യേറിയ സ്ഥലമാണത്. അപ്പോൾ അവിടെ നിന്ന് പല ആളുകളും എൻ്റെ അകത്തുണ്ട്, രോഹിംഗ്യകളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആളുകളുടെ കയ്യിൽ രേഖകളൊന്നുമില്ല. അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കുന്നത് തെറ്റൊന്നുമല്ലല്ലോ എവിടെയാണെങ്കിലും. അപ്പോൾ 200 വീടുകൾ മറ്റേ ബുൾഡോസർ കയറി വീടെന്ന് പറഞ്ഞാൽ ഇവർ താൽക്കാലികമായിട്ട് 1 മുറി 2 മുറി കെട്ടി ഉയർത്തിയിരുന്ന സാധനങ്ങളൊക്കെ തകർത്തിരുന്നു. ഇത് ഈ കഴിഞ്ഞ ആഴ്ച ആദ്യം ആണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ വീക്കിൻ്റെ തുടക്കമാണല്ലോ. കഴിഞ്ഞ ആഴ്ച ആദ്യമാണ് ഇത് സംഭവങ്ങൾ നടന്നത്. അപ്പോൾ ഇത് ഫക്കീർ കോളനി എന്ന് പറയുന്ന സ്ഥലം, അത് കോൾഗിലു ഗ്രാമത്തിലെ വാസിം ലേഔട്ട്, അവിടെയാണ് ഈ സംഭവം. ഡിസംബർ 22-ാം തീയതി പുലർച്ചെ 4 മണിക്കാണ് ഈ സംഭവം ഒഴിപ്പിക്കൽ നടന്നത്. 400 മുസ്ലിം കുടുംബങ്ങൾ ആണ് അത്. നല്ല തണുപ്പ് കാലാവസ്ഥയാണ് ഇപ്പോൾ, വീടില്ല, തണുപ്പിൽ കഴിയേണ്ടി വരുന്നു. അവിടെ ഈ ബംഗളൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് അവരാണ് 4 JCB കൊണ്ടുവന്ന് ഇത് ഇടിച്ച് നകർത്തി ഒഴിപ്പിച്ചത്. കാരണം അത് ബംഗളൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് അതിൻ്റെ സ്ഥലമാണ്. അത് 150 പോലീസുകാരും ഉണ്ടായിരുന്നു ഈ ഒഴിപ്പിക്കുന്ന പരിപാടിക്ക്. അനധികൃതമായിട്ട് സർക്കാർ ഭൂമി കയ്യേറിയതാണ് ഈ മുസ്ലിങ്ങൾ. അപ്പോൾ അതൊരു തടാകക്കരയാണ്, തടാകമുണ്ട് അടുത്ത്. ഉറുദു ഗവൺമെൻറ് സ്കൂൾ അതിൻ്റെ അടുത്താണ്. അപ്പോൾ അതിൻ്റെ സംരക്ഷണമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തമ്പടിച്ചതായിരിക്കും അവിടെ. ഇവർ പറയുന്നത് ഇവർക്ക് നോട്ടീസൊന്നും കിട്ടിയില്ല എന്നാണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് എന്ത് നോട്ടീസ് അല്ലേ? നോട്ടീസ് കിട്ടിയില്ല, ബലം പ്രയോഗിച്ചാണ് ചെയ്തത്. 25 കൊല്ലമായിട്ട് ഇവർ അവിടെ കഴിയുന്നു. ഇവർക്ക് ആധാർ കാർഡ് വോട്ടർ ID ഒക്കെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ആരോപണമുണ്ട്. ഇത്തരം രേഖകളൊക്കെ ഇവര് ഈ മൈഗ്രൻസ് ആണ്, പലയിടത്തു നിന്നും വന്നിട്ട് മൈഗ്രന്റ് ലേബറേഴ്സ് എന്ന് പറയില്ല, കുടിയേറിയ തൊഴിലാളികളാണ്, ദിവസപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇവർ സമരം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാണ് AR റഹീമൊക്കെ പോയത്. റഹീം പറഞ്ഞിട്ടായിരിക്കും പിണറായി വിജയൻ മറ്റേ പോസ്റ്റ് ഇട്ടത്. റവന്യൂ മന്ത്രി കൃഷ്ണബൈരേ ഗൗഡയുടെ വീടിൻ്റെ അവിടെ പോയി സമരമൊക്കെ നടത്തിയിരുന്നു. ദലിത് സംഘർഷ സമിതി അതിൻ്റെ കൂടെ ചേർന്നിരുന്നു. അപ്പോൾ പിണറായിയുടെ പോസ്റ്റിൽ പറഞ്ഞത് ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് അവിടെ കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പോസ്റ്റിൽ പറഞ്ഞത്. ശിവൻകുട്ടിയുടെ ഉണ്ടായിരുന്നു ഒരു പോസ്റ്റ്, അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊരു നീണ്ട പോസ്റ്റ് ഉണ്ടായിരുന്നു. CPM പ്രതിനിധി സംഘം അവിടെ സന്ദർശിക്കാനായിട്ട് പോയി റഹീമിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ DK ശിവകുമാർ മറുപടി എഴുതി. ശിവകുമാർ പറഞ്ഞത്, ഞങ്ങളവിടെ ചവറിടുന്ന സ്ഥലം കയ്യേറിയതാണ് ഇവർ. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥലമാണല്ലോ, ചവറിടുന്ന സ്ഥലം കയ്യേറിയാണ് ഇവർ താമസിക്കുന്നത്. ഇത് ലാൻഡ് മാഫിയയാണിത്, ഭൂമി മാഫിയ. ബംഗളൂരു നഗരത്തിലെ സ്ഥലമല്ലേ, അത് സ്വന്തമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. അത് ചേരിയാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ മുസ്ലിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പഠിക്കാതെയും വിവരമില്ലാതെയൊന്നും പിണറായി വിജയൻ പ്രതികരിക്കരുത്. അതാണ് DK ശിവകുമാർ പറഞ്ഞത്. DK ശിവകുമാറിൻ്റെ വാചകം ഇതാണ്: പിണറായിയെ പോലുള്ളവർ ബംഗളൂരുവിലെ പ്രശ്നങ്ങൾ പഠിക്കണം. ഞങ്ങൾക്ക് നഗരം നന്നായി അറിയാം. ഭൂമി മാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്ന ചേരികൾ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ DK ശിവകുമാർ പറഞ്ഞത്
ഭൂമി മാഫിയയ്ക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ നിലകൊള്ളുന്നത് എന്നാണല്ലോ. അതെ അതെ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് പ്രതികരിച്ചാൽ മതി. വലിയ ന്യൂനപക്ഷ പ്രേമമൊന്നും ഭാവിക്കണ്ട എന്നുള്ള ഒരു ശകാരമാണ് DK ശിവകുമാറിന് ഉണ്ടായിരിക്കുന്നത്. അവിടെ നിയമസഭയിൽ വെച്ചിട്ടുള്ള കണക്ക് പ്രകാരം 13,675 വിദേശികൾ അനധികൃതമായിട്ട് കർണാടകയിലുണ്ട് കണക്ക് പ്രകാരം. ബംഗളൂരുവിൽ 10,650 പേരുണ്ട്. 421 അനധികൃത കുടിയേറ്റക്കാർ, 500 പേർക്ക് രേഖയില്ല, 229 പേർക്കെതിരെ കേസുണ്ട്. അതിൽ 61 ക്രിമിനൽ കേസാണ്. വ്യാജ രേഖകളാണ് ഇവരുടെയൊക്കെ കയ്യിലുള്ളത്. ഇവരുടെ കൂട്ടത്തിൽ രോഹിംഗ്യകളുണ്ട്. അസമിലാണെങ്കിൽ അസമിൽ ഇങ്ങനെ കുടിയേറിയ ആളുകളെല്ലാം കൂടിയിട്ട് 4,351 ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അസമിൽ. ഇതുപോലെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഈ ബംഗളൂരിലൊക്കെ നടക്കുന്നത്. അപ്പം ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് എന്തുമാകാം എന്നുള്ള അവസ്ഥ. അപ്പം ഇതിൻ്റെ അകത്ത് ഈ റഹീമും കൂട്ടരും ബഹളം ഉണ്ടാക്കുക, പിണറായി വിജയൻ പോസ്റ്റ് ഇടുക, ഇതിനെയൊക്കെ തുടർന്ന് KC വേണുഗോപാൽ സിദ്ധരാമയ്യെ വിളിച്ചു എന്നാണ് പറയുന്നത്. ഹൈക്കമാൻഡ് സിദ്ധരാമയ്യൊക്കെ വിളിച്ചിട്ടേ വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ഇന്ന് രാവിലെ വായിച്ചത്. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ KC വേണുഗോപാലും ഹൈക്കമാൻഡ് ആണല്ലോ. അപ്പോൾ സോഫ്റ്റായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടുന്ന് ഈ ന്യൂനപക്ഷ ആളുകൾ വിളിച്ചിട്ടുണ്ടാകാം. സത്യത്തിൽ ന്യൂനപക്ഷ പ്രേമം എങ്ങനെ വേണമെന്ന് സിദ്ധരാമയ്യയ്ക്കും ശിവകുമാറിനും അറിഞ്ഞുകൂടെ. ഇത് പിണറായി വിജയൻ പറഞ്ഞിട്ട് വേണോ, KC വേണുഗോപാൽ പറഞ്ഞിട്ട് വേണോ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കോൺഗ്രസ്, കർണാടക കോൺഗ്രസ് എപ്പോഴും CPM-ൻ്റെ കൂടെയാണ്. പിണറായി വിജയൻ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ DK ശിവകുമാർ കേരളത്തിലേക്ക് വരുന്നു, ചില പരിപാടികളൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ എപ്പോഴും CPM-നെ പിന്തുണച്ച് CPM-ൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയും. ഒരു അലയൻസ് ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട്. ആ രീതിയിലാണ് പിണറായി വിജയനൊക്കെ പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരു നിലപാടെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തിരിച്ചടി. ഒന്നാമത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നുള്ള ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചടി കിട്ടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യത്തിൽ ഇടപെട്ടപ്പോൾ ന്യൂനപക്ഷ പ്രീണനമൊക്കെ കാണിക്കാൻ ശ്രമിച്ചതാണ്. അവിടെ നിന്നും ശക്തമായ ഒരു അടി കിട്ടുന്നു. LDF-ന് തുടർച്ചയായിട്ട് തിരിച്ചടികളല്ലേ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേരി ഒഴിപ്പിക്കുന്നു വെക്കുക, സിദ്ധരാമയ്യ പ്രതികരിക്കും? ഒരിക്കലും അത്രയും ബോധം സിദ്ധരാമയ്യക്കില്ലേ? അതെ. അവിടെ ഒരു ചേരി അവര് വേസ്റ്റ് മാനേജ്മെന്റിന്റെ, ഇവിടെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബ്രഹ്മപുരത്തുള്ള സ്ഥലം കുറെ ആളുകൾ കയ്യേറിയ എന്താണ് ഇവിടുത്തെ CPM ചെയ്യേണ്ടത്? ഒഴിപ്പിക്കല്ലേ ചെയ്യേണ്ടത്? മുൻ മേയറായിരുന്ന അനിൽകുമാർ അങ്ങനെയല്ലേ ചെയ്യാം? അവിടെ വിളപ്പിൽ ശാല തിരുവനന്തപുരത്ത് പോയി കുറെ ന്യൂനപക്ഷം ആയിക്കോട്ടെ അവർ കയ്യേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിപ്പിക്കുകയല്ലേ വേണ്ടേ? ആ പണിയല്ലേ ബംഗളൂരുവിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവര് ബംഗളൂരുകാരും അവർക്ക് ഇന്ത്യൻ പൗരത്വം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? രോഹിംഗ്യകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളെ ഇപ്പം നിരന്തരം നമ്മൾ SIR ഒക്കെ വന്നു. നമ്മളിത് നിരന്തരം ഇവരെ ഇപ്പൊ പുറത്താക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ത്യയിൽ നിന്ന്. അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ കർശനമായ നടപടികൾ എടുക്കുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേറ്റിവിറ്റി കാർഡ് ഏർപ്പെടുത്തും എന്നല്ലേ പറഞ്ഞത്. നേറ്റിവിറ്റി കാർഡ് ഏർപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ദുഷ്ടലാക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? കാരണം ഇപ്പൊ തന്നെ കുറേ ആളുകൾ അല്ലേ കാണാനില്ല, വോട്ടർമാര്. ഏതാനും 6 ലക്ഷം പേരെയോ മറ്റോ കാണാതായിട്ടുണ്ട് അല്ലേ വോട്ടർമാര്. വോട്ട് ചെയ്ത് ഇരുന്നവരാണ് ഇവരൊക്കെ. കള്ള വോട്ട് ചേർത്താണെന്നുള്ള സംശയമൊക്കെ ഇപ്പൊ ഉണ്ട്. ഒരു വിവരം അത്ര ആളുകളെ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ വോട്ട് UDF-ഉം LDF-ഉം നേടിയ മണ്ഡലങ്ങളിലാണിത് എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ SIR-ൽ നിന്ന് കുറെ ആളുകൾ പുറത്താവുന്നു. അപ്പൊ അത്തരം ആളുകൾ പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു കാർഡ് അല്ലേ, വ്യാജ ആധാർ കാർഡൊക്കെ പല ബംഗാളിലും കശ്മീരിലും ഒക്കെ കൊടുത്തതുപോലെ ഒരു കാർഡ് ഈ CPM-ൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് നേറ്റിവിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പരിപാടിയാണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മനസ്സാണല്ലോ ഈ പിണറായി വിജയന് CPM-നുള്ളത്. ആ മനസ്സാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ അവിടെ പുറത്താക്കിയപ്പോഴും ബംഗളൂരു നഗരത്തിൽ പുറത്താക്കിയപ്പോഴും ഒഴിപ്പിച്ചപ്പോഴും പ്രവർത്തിച്ചത്.
ഉം. ഈ നേറ്റിവിറ്റി കാർഡിന്റെ പിന്നിലുള്ള ദുഷ്ടലാക്കുണ്ടല്ലോ, ഉം. ആ മനസ്സ്, ആ ദുഷ്ടലാക്ക് അതാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് DK ശിവകുമാർ പിണറായി വിജയനെ ആഞ്ഞടിച്ചത്. ആ ഈ വിളിക്കാത്ത കല്യാണത്തിന് പോയാൽ പിടിച്ച് പുറത്താക്കില്ലേ അതെ എന്ന് പറഞ്ഞ പോലെ ആവശ്യമില്ലാത്തടത്ത് അഭിപ്രായം പറഞ്ഞതിനാണ് പിണറായി വിജയന് ശകാരം ഏൽക്കേണ്ടി വന്നത്. വേണ്ടാത്ത കാര്യത്തിൽ വേറൊരു സംസ്ഥാനത്ത് കിടക്കുന്ന കാര്യത്തിൽ കയറി അഭിപ്രായം പറഞ്ഞാണ്. ഇവര് മലയാളികളാണ്, ഇവരവിടെ രേഖകളോടി താമസിക്കുന്ന ആളുകളാണ്. എന്ത് കാര്യത്തിലാണ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ താല്പര്യം ഉണ്ടാകേണ്ടത്? പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കട്ടെ. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.